അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. 5 ഫർള് നിസ്കാരം കഴിഞ്ഞ് ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയുമായ സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു ഉറക്കം എണീറ്റ് കഴിഞ്ഞ സുബ്ഹി വരെയാണ്. 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്. കൂടിയ റക്അത്ത് എത്രയുമാകാം എന്നാണ് പറയുന്നത്. പക്ഷേ അള്ളാഹുവിനിഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര റക്അത്താണോ നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ്. പിന്നെ പതിവായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്തും ഓതാം. പക്ഷേ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്ത് ഓതി നൃത്തം അധികരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും പുതച്ചു മൂടി കിടക്കുന്ന സമയത്ത് നമ്മളും അള്ളാഹും മാത്രം അറിയുന്ന നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ശരിക്കുള്ള പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു മറച്ചു വച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല എന്നാണ്. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ ദുനിയാവിൽ കിട്ടുന്ന കുറച്ചു നേട്ടങ്ങൾ പറയാം. 1. ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. 2. എല്ലാവിധ പ്രശ്നങ്ങൾക്കും മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം. ഏത് വലിയ ദുആക്കും പെട്ടെന്ന് ഉത്തരം ലഭിക്കും. എത്ര വലിയ പാപങ്ങൾ നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടും. എനിക്ക് ഇനി നന്നാവണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ, കുഷ്പ്, അഹങ്കാരം, ദേഷ്യം നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ തഹജ്ജുദ് പതിവാക്കിയാൽ മതി. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ അടയാളം. എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. എത്രവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ്റെ മുഖത്ത് പ്രകാശം നൽകുന്നു. കുടുംബം, കൂട്ടുകാർ, ജനങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുന്നു. ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരികയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വിലയും സ്വാധീനവും ഇഷ്ടവും ലഭിക്കുകയും ചെയ്യും. നമ്മൾ അറിയാത്ത വഴികളിലൂടെ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. സ്ട്രെസ്, ടെൻഷന്, ഡിപ്രഷൻ ഇവയ്ക്കുള്ള പരിഹാരം കൂടിയാണ്. പിന്നെ നമ്മുടെ ഭാരമെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണിത്. അള്ളാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു. അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവർ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എൻ്റെ മുന്നിൽ വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ആ ചില ആളുകൾ? അള്ളാഹു പറഞ്ഞു, നബിയെ, എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഒന്നാം ആകാശത്ത് നിന്നും ഞാൻ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് അവർ. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഒരു നേട്ടം മാത്രം പോരെ നമുക്ക് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന 10 നേട്ടങ്ങൾ. ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നു. ഖബറിൽ നിന്നും മുഖം പ്രകാശിച്ചവനായി പുറത്തു വരും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കും. ഖിയാമത്ത് നാളിൽ വലത് കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും. സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാം. സ്വർണ്ണ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം. സ്വർഗത്തിൽ തിളങ്ങുന്ന കൊട്ടാരം അള്ളാഹു പണിതു വച്ചിട്ടുണ്ട്. പുറത്തു നിന്നും നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്നും നോക്കിയാൽ പുറത്തേക്കും കാണാൻ കഴിയുന്ന മനോഹരമായ കൊട്ടാരം. ഇനി പറയാൻ പോകുന്ന 2 നേട്ടങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവന് ഏറ്റവും സന്തോഷം നൽകുന്നതായിരിക്കും. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നതാണ്. സ്വർഗത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അള്ളാഹു സലാം പറയും. പക്ഷെ നേരിട്ട് അള്ളാഹുവിനെ കണ്ട് സലാം മടക്കുവാനുള്ള ഭാഗ്യം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കാണ്. എത്രയൊക്കെ നേട്ടങ്ങളാണ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക്.
അള്ളാഹു നമ്മളെ എല്ലാവരെയും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.